ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കി. കാണുമ്പോൾ ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ലൈക്കും സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നോമ്പുരാവിൻ്റെ വിശേഷങ്ങളും അതുപോലെ അത്താഴത്തിൻ്റെ വിശേഷങ്ങളായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതാ നോമ്പുരാവിൻ്റെ അന്ന് രാവിലെ തന്നെ നമ്മൾ ദോശ കഴിക്കണം. മത്തി മുളകൊക്കെ ഇട്ടിക്കണ്. അപ്പോൾ നമ്മൾ കുമ്പളങ്ങ കറിനെ തലേന്ന് കൂട്ടി കോഴിമുട്ട പൊങ്ങിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എളുപ്പം ചായയുടെയൊക്കെ കഴിഞ്ഞാണ്ട് ഇതാ നമ്മൾ ലാസ്റ്റ് ഒന്നും കൂടി ക്ലീൻ ആക്കാൻ പോകുകയാണ് കേട്ടോ. പക്ഷെ ക്ലീനാക്കാൻ തന്നെ ഒന്ന് മാറാല തട്ടുക, നല്ല അടിച്ച് വരിക, 2 പ്രാവശ്യമൊക്കെ വെള്ളം മാറ്റിയിട്ടൊക്കെ തുടച്ചെടുത്തിട്ടാക്കുക ഒന്നും കൂടി. അപ്പോൾ നമ്മൾ നോമ്പ് എങ്ങനെ ആയാലും ഒന്നാവില്ല എന്ന് വിചാരിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ വ്യാഴാഴ്ച ഉള്ളൊന്ന് മനസ്സിൽ കരുതിയിരുന്നു തുടങ്ങി അതുപോലൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ അതാ എല്ലായിടത്തും മാറാലൊക്കെ തട്ടി, ബാക്ക് സൈഡിലും എല്ലായിടത്തും മാറാല തട്ടുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു വൃത്തി ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറച്ച് മുമ്പ് ചെയ്തതല്ലേ ഇല്ലേതും. അപ്പോൾ മുമ്പ് രാവിലെ പിന്നെ അതുപോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പെട്ടെന്ന് തന്നെ മുളക് കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, ചോറിനുള്ള. അപ്പോൾ അതൊന്നും വേണ്ടി എടുത്തിട്ടില്ല. അങ്ങനെ അതാ ഈ മാറാലക്കൊള്ളി ഉണ്ടല്ലോ, നല്ല ഉറപ്പുണ്ട് കേട്ടോ. പക്ഷേ ആദ്യത്തെ പെട്ടെന്ന് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് മുകൾക്കൊക്കെ എത്തുന്നുണ്ട്. നമ്മളെ കൂടിട്ട വീടാകുമ്പോൾ അതിന് മുകളിലൊക്കെ പെട്ടെന്ന് മാറാല പിടിക്കുമല്ലോ. അപ്പോൾ അവിടേക്കൊക്കെ എത്തുന്നുണ്ട് കേട്ടോ ഇതിങ്ങനെ പിടിക്കുമ്പോൾ. പിന്നെ ഫാനും ഇങ്ങനെ ഇടുന്നതുകൊണ്ട് തന്നെ ഒന്നിങ്ങനെ ഇതാക്കിയെടുക്കണം. അപ്പോൾ ഫാനൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ടേബിൾമേലൊക്കെ കയറിയിട്ട് മോനെക്കൂടെ തുടപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ ഉണ്ടാവില്ല അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മാറാല, അതൊക്കെ നമ്മൾ ഈ കൊള്ളി കൊണ്ട് തന്നെ വെച്ചിട്ടൊന്ന് തട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ രാവിലെ ദോശ ഉണ്ടാക്കിയാണ്ട് മീനൊക്കെ മുളകിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കുറച്ച് ഉപ്പേരി ഉണ്ടാക്കാണ്ട് ചോറടുപ്പത്ത് അവിടെ തീമട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഒരേ പണികൾ ചെയ്യുകയാണ്. അപ്പോൾ അതാ നല്ല മാറാലൊക്കെ തട്ടിയപ്പോൾ കണ്ടില്ലേ, എത്ര മാറാല തട്ടിയാലും ഇപ്പം പെട്ടെന്നാവുമല്ലോ. അപ്പോൾ പൊടികളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഓടിൻ്റെ മേലെ തട്ടുമ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ പൊടിയൊക്കെ കൊയ്യും കേട്ടോ. അപ്പോൾ അതൊക്കെ തട്ടിയെടുത്തൊക്കെ നടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ തിരുമ്പാനുള്ള അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നിസ്കാരപ്പായും കെടുക്കുന്നതും ഒക്കെ തിരുമ്പിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പുതിയ നിസ്കാരപ്പായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഊരിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കെടുക്കുന്ന ബെഡ്ഷീറ്റും പതപ്പൊക്കെ ഒന്ന് മെഷീനിൽ തിരുമ്പിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതും അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ മത്തിന്ന് അപ്പോൾ രാത്രി നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാവിലെ തന്നെ എളുപ്പം ദോശ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ തന്നെ മുളക് കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കണ്ടില്ല, മാങ്ങ ഒക്കെ ഇട്ടിട്ടാണ് വെച്ചിട്ട്. നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ച് മാങ്ങ അതിൻ്റെ ഇടയിൽ വീട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഇട്ടുകൊണ്ട് മുളക് കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. മുളക് കറിയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. 2 മീനെ പൊരിച്ച് ചെയ്തിങ്ങനെ കാക്കി 2 മീൻ ചട്ടിയിലൊന്ന് വലിയിച്ചും വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു എന്താ പറയുക, ഉണ്ണിത്തണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഉണ്ണിത്തണ്ട് എന്നാണ് ഇതിന് പറയുക, എല്ലാ പുറത്തേക്കും എങ്ങനെയാണ് പറയാമെന്നറിയില്ല. അപ്പോൾ ഒന്ന് നുറുക്കിയെടുക്കുകയാണ്. ഒരു കഷ്ണം തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇടാൻ ചെറുപയറുള്ളത്, മമ്പയറ അതുപോലെ മുതിരൊക്കെ ഇടുകയാണെങ്കിൽ ഏത് ഇടാനും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ചെറുപയർ ഇട്ടിട്ട് വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇത് കിട്ടുന്നത് അവളതും കഴിക്കണം കേട്ടോ, ഇതൊന്നും ഒഴിവാക്കിയെടുക്കരുത്. അപ്പോൾ അത്രയും നല്ല സാധനമാണ്, നമുക്ക് എപ്പോഴെങ്കിലൊക്കെ അത് കിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് നുറുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ഉണ്ണിപ്പിണ്ടി എന്നൊക്കെ പറയില്ലേ. അപ്പം ഞാൻ ചിലയിടത്തൊക്കെ കണ്ടിട്ടുണ്ട് ഇതിങ്ങനെ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് കണ്ട് സുർക്കയിലൊക്കെ ഇട്ടേക്കണം, പച്ചമുളകൊക്കെ ഇട്ടിക്കാണ്ടില്ലേ, ഉപ്പും പച്ചമുളകും ഒക്കെ ഇട്ട് സുർക്കയിലൊക്കെ ഇട്ടേക്കണ്, അങ്ങനെ കഴിക്കണത് കാണാം. പക്ഷെ അങ്ങനെയൊക്കെ രുചി ഉണ്ടാവും തോന്നുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ ഒന്നും ഇടാനില്ലെങ്കിൽ തന്നെ ഇതൊറ്റയ്ക്ക് വേവിച്ചാലും. അപ്പോൾ നമ്മളെ കട്ടിംഗ് ബോർഡ് കണ്ടിട്ട് ഒന്നും ആരും കരുതുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒരുപാട് തേച്ചരച്ച് കഴുകി വെക്കിയിട്ടുണ്ട് കേട്ടോ. നനച്ചുളിയൊക്കെ ആയിട്ടും അല്ലെങ്കിലും ഇത് കഴുകും തന്നെയാണ്. അപ്പോൾ അത് പോണില്ല കേട്ടോ. അതിന് കറുപ്പ് കളറ് വേറെ ബോർഡുണ്ട്. അപ്പോൾ നമ്മളിത് എപ്പോഴും എടുക്കൽ ഇതാണ്. അങ്ങനെ പത്തിരി ഇറത്താൻ അങ്ങനെയൊക്കെ എടുക്കലുണ്ട് കേട്ടോ. അപ്പോൾ അധികം ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു, അതും കഴുകിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉണ്ണിത്തണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ഇട്ടുകൊണ്ട് അത് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് തേങ്ങ പൊളിച്ച് വെക്കുകയാണ്. കുറച്ച് ഒരു 4-5 തേങ്ങ എടുത്തിട്ടുള്ളൂ കേട്ടോ. 5-6 തേങ്ങ പൊളിച്ച് വെക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോമ്പിനൊക്കെ എളുപ്പമാണ്. കാരണം നോമ്പ് പറ്റാൽ പിന്നെ നല്ല ക്ഷീണവും കാര്യവും കിടക്കണേ കയറാം. അപ്പോൾ പിന്നെ അങ്ങനത്തേനൊക്കെ നിൽക്കാൻ ഭയങ്കര പാടാണ്, തേങ്ങ പൊളിക്കാനും ചിരകാനൊക്കെ. അപ്പോൾ അതാ കുറച്ച് തേങ്ങ ഒക്കെ പൊളിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല വൃത്തിക്ക് നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. 2 പ്രാവശ്യമൊക്കെ വെള്ളം എടുത്തൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്ര അധികം വൃത്തിയാക്കിയതാണെങ്കിലും നോമ്പ് രാവിലെ ഒന്ന് ചെയ്യുമ്പോൾ ഒരു റാഹത്തല്ലേ. അപ്പോൾ അതാ ഇനി നമ്മളെ കൂട്ടാനൊക്കെ ഒന്ന് വറവിടുകയാണ്. വെളിച്ചെണ്ണ പൊഴിച്ച് കടുക് പൊട്ടിച്ച് കടുത്ത വറ്റൽമുളകൊക്കെ ഇട്ടിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിങ്ങാണ്ട് ഒന്ന് ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആകെ തീ പോളിട്ടോ. അപ്പോൾ ഇതുപോലെ ആരും ചെയ്യരുത്. ഞാൻ വെള്ളമുള്ള കറിവേപ്പില അത് ഇട്ടെടുത്തേക്ക് തീയാണ് പോളിട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഊതിയിട്ടൊക്കെ എടുത്തി കൊടുത്ത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഞാൻ നമുക്കത് തീ ഓഫാക്കിയിട്ടാണ് കറിവേപ്പില ഇടൽ. അപ്പോൾ പണീൻ്റെ തിരക്കാകുമ്പോൾ നമ്മുടെ ശ്രദ്ധ ഒക്കെ പോകുമല്ലോ. അപ്പോൾ തീ അതിൻ്റെ ഉള്ളിൽ കടന്നതാണ് കേട്ടോ.
ഇപ്പോൾ ഓയിലാണെങ്കിലും വെളിച്ചെണ്ണയാണെങ്കിലും ചൂടായാൽ അതിലേക്ക് വെള്ളമൊക്കെ പെട്ടെന്ന് തെറിച്ചാലും തീയൊക്കെ പെട്ടെന്ന് പാളിപ്പോവും. അപ്പോൾ കറിവേപ്പില ഞാൻ കഴുകിക്കാണ്ടാണ് ഇട്ട് കൊടുത്താണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ തീയാണ്ടായിക്കൊണ്ട് ആളി കത്തിയിട്ടാണ്. അപ്പോൾ പെട്ടെന്ന് ഞാനത് ഊതിയിട്ടൊക്കെ കളഞ്ഞു. ഇപ്പോൾ ഇതാ നമ്മളെ കൂട്ടാനൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൂട്ടാനൊക്കെ അടിപൊളി സെറ്റായിട്ട് അല്ലാതെ ചെറുപയറൊക്കെ നല്ല വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാ തേങ്ങ ചിരക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ബോക്സിലാക്കി വെക്കുകയാണ്. അപ്പോൾ നോമ്പ് നോറ്റാൽ പിന്നെ നമുക്കെല്ലാം ക്ഷീണം കൂടും. പിന്നെ ഖുർആനോ ഓതാനോ അങ്ങനെയൊക്കെ എന്തായാലും ഇരുന്നാൽ ഉറക്കമൊക്കെ വന്ന് നമ്മളൊന്ന് ഉറങ്ങിപ്പോവും. പിന്നെ നീച്ച് വന്നാലോ ഭയങ്കര ക്ഷീണവും തലവേദനയൊക്കെ ആയിട്ടാണ് ഈ കാരം. അപ്പോൾ ഒരു പണിയെടുക്കാനുള്ള മൂടും ഉണ്ടാവില്ല, അതും ഉണ്ടാവില്ല. അപ്പോൾ അത് വിചാരിച്ചിട്ട് കുറച്ച് തേങ്ങ കൊണ്ട് ചിരകിക്കാണ്ട് ഒരു 4-5 തേങ്ങ കേട്ടോ ചിരകിക്കാണ്ട് ഇതുപോലെ ആക്കി വെക്കുകയാണ്. പിന്നെ നമ്മൾ കുറച്ച് ദിവസത്തിനെങ്കിലും എന്നാൽ ഒരു പണിക്കാക്കം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നോമ്പില്ലെങ്കിൽ നമുക്ക് നല്ല ഉഷാറുണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ നല്ല ഉഷാറിൽ ചിരകി സെറ്റാക്കി വെച്ചാട്ടാ നോമ്പൊക്കെ നോറ്റി നമ്മൾ ആ ഉച്ചയ്ക്ക് ശേഷം അടുക്കളയൊക്കെ വരുമ്പോണ്ടല്ലോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അടുക്കളയിൽ റെഡി ആയിട്ട് ഇരിക്കണമെങ്കിൽ അതിന് സന്തോഷം പറയാനില്ല. പിന്നെ കൂടുതൽ ആളൊക്കെ ഉണ്ട്, എല്ലാവരും പണിയെടുക്കാൻ എല്ലാവരും ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്നാലും എല്ലാവർക്കും നോമ്പൊക്കെ ആകുമ്പോഴും ക്ഷീണവും കേടൊക്കെയാണ് ഇക്കാരം. അപ്പോൾ ഞാനിതുപോലെ ചെയ്യാൻ കേട്ടോ പറ്റണവരൊക്കെ അതുപോലെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ 2 ബോക്സിലാക്കിയിട്ട് ചിരകിയത് അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് ഇങ്ങനെ വറുത്തെടുക്കുകയാണ്. വറുത്തത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ കുറച്ച് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കും നല്ല ഉപകാരപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതന്നെ ക്ഷീണം പിടിച്ചിട്ടൊന്ന് കിടന്നുറങ്ങിയാൽ നമുക്ക് നീച്ചാൽ പിന്നെ ഭയങ്കരമാണ് ഒന്നും ചെയ്യാൻ തോന്നില്ല. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് തേങ്ങ ഒന്ന് വറുത്തക്കാലോ എന്ന് വിചാരിച്ചിട്ട് കൂടി ചെയ്യാൻ കേട്ടോ. അപ്പോൾ അച്ചാറിടലും അങ്ങനത്തെ കുറേ പരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കഞ്ഞോ എന്തെങ്കിലുമൊക്കെ കുടിക്കുമ്പോഴൊക്കെ നമുക്ക് എപ്പോഴും അച്ചാർ ആകുമ്പോൾ അല്ലെങ്കിലും വേണം. അപ്പോൾ കുറച്ച് ഇരുമ്പമ്പുളി കിട്ടിയിട്ടുണ്ടായിരുന്നു, അതും കൂടി അച്ചാറിട്ട് വെച്ചിട്ടുണ്ട്. വേണ്ടിയില്ല നല്ല കളറിട്ടത് കുറച്ച് ശർക്കര ചേർത്തിട്ടാണ് ഇത് അച്ചാറിട്ടുന്നത്. പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാനില്ല, ഇതും കൂടി ഒന്നും നിന്നിട്ടില്ല കേട്ടോ. വീഡിയോ എടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിലൊക്കെ നേരം വൈകുമെന്ന് വിചാരിച്ചിട്ട് ഒക്കെ എളുപ്പമാണ് ചെയ്തേച്ച്. ഞാൻ കുറച്ച് മാങ്ങാച്ചാർ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് മാങ്ങാച്ചാർ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് നുറുക്കിയിട്ട് ഇതാ സുർക്കയിൽ ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് ഇങ്ങനെ പല രൂപത്തിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഒന്നും കൂട്ടാനില്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ കൂട്ടിയിട്ടെങ്കിലും കുട്ടികൾക്ക് കഞ്ഞിയാണെങ്കിലും ചോറാണെങ്കിലും ഒക്കെ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം നമുക്ക് ഇനി കൂട്ടാനൊന്നും ഇല്ലാത്ത സമയത്തും കഞ്ഞി കുടിക്കുകയാണെങ്കിൽ ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ചിട്ട് കുടിക്കാമല്ലോ. ഇനി ഇറച്ചും മീനൊന്നും വേണമെന്നില്ലല്ലോ അപ്പോൾ വിചാരിച്ചിട്ടാണ്. ഇപ്പോഴത്തെ തേങ്ങ നന്നായിട്ട് തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ചിങ്ങാണ്ട് വലിയ ജീരകവും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും അതുപോലെ കറിവേപ്പിലൊക്കെ ഇട്ട് എണ്ണയിൽ വെളിച്ചെണ്ണയിലൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് തേങ്ങ ഇട്ടിട്ട് ചെറിയ തീ വെച്ചിട്ട് വറുത്തെടുത്തിക്കണം കേട്ടോ. ഇതൊക്കെ അല്ലേന്ന് സെറ്റായിട്ട് നമ്മൾ അടുക്കളയിൽ ഫ്രിഡ്ജിലാണെങ്കിൽ അങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു സമാധാനമാണ് അടുക്കളയ്ക്ക് വരുമ്പോൾ. അപ്പോൾ ഇതൊന്നും ചീത്തയായി പോവുകയോ ഇതിൻ്റെ മണം പോവുകയോ ഒന്നും ചെയ്യില്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് അപ്പം ഉണ്ടാക്കണ പോലെ തന്നെയായിരുന്നു എനിക്ക്. ഇത് ആവശ്യമുള്ളത് നമ്മളൊരു പാത്രത്തിൽ കൊണ്ടെടുത്തേക്ക് ഉണ്ടാക്കണതിന് മുന്നേ എന്നിട്ട് അതിൻ്റെ തണുപ്പ് പോയതിൻ്റെ ശേഷം അത് എടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യും. അപ്പോൾ ഇതുപോലെ ഒരു വലിയൊരു ബോക്സ് നിറച്ചുണ്ടായിരുന്നു കേട്ടോ അത് വറുത്തത്. അപ്പോൾ ഇനി വറുത്തെടുക്കുമ്പോഴത്തേക്ക് കുറച്ച് വറുക്കാത്തതും കൂടി ചേർത്ത് കണ്ടുകൊണ്ട് അരച്ചിട്ടുണ്ടെങ്കിൽ ഉഷാറാവും. പിന്നെ കുറച്ച് വറ്റൽമുളക് ഉണ്ടല്ലോ അതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചിക്കനിക്കോ എന്തെങ്കിലുമൊക്കെ സ്നാക്സൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ഇട്ടെടുക്കാമെന്ന് വിചാരിച്ചിട്ട് വറ്റൽമുളക് ഇതുപോലെ ഉണക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് ഉണ്ടായിരുന്നു, അതും പൊടിച്ച് വെച്ചിക്കണ്. പിന്നെ കുറച്ച് ഗരം മസാല ഉണ്ടല്ലോ, പട്ടയും ഗ്രാമ്പും ഏലക്കായും അതൊക്കെ കൂടെ ചേർത്തുകൊണ്ട് അതൊന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഗരം മസാല ഒക്കെ ഞാൻ അതുപോലെ തന്നെ ഉണ്ടാക്കി വെക്കലാണ്. ഇന്ന് ലേശ പൊടി ഇട്ടാൽ മതി കേട്ടോ. കടയിൽ നിന്ന് വാങ്ങണക്കാടി നമ്മൾ വീട്ടിലുണ്ടാക്കിയാണെങ്കിൽ കുറച്ച് പൊടി മാത്രം ഇട്ടാൽ മതി. പിന്നെ വലിയ ജീരകം ഉണ്ടെങ്കിലോ അതും പൊടിച്ച് വെച്ചിരിക്കണേ. അപ്പോൾ അതൊന്നും ഉണ്ടാക്കുമ്പോൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അതാ ഒരുവിധം ഞാൻ കുറച്ച് ചെറിയ ഉള്ളി തൊലിച്ച് വെച്ചിട്ടുണ്ട്. എളുപ്പത്തിന് നമുക്ക് നേരം വെക്കുന്ന സമയത്ത് തൊലിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. കാരണം അപ്പോൾ തൊലിച്ച് കഴുകിക്കാണ്ട് ഇതുപോലെ ബോക്സിൽ അടച്ച് വെക്കുകയാണ്. പിന്നെ ഇഞ്ചും വെളുത്തുള്ളിയും കൂടി അതും കൂടി പേസ്റ്റ് ആക്കിയിട്ട് അതും ഈ ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മല്ലിയില അപ്പോൾ ആ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അതും ഞാൻ കഴുകിക്കാണ്ട് ഒരു ബോക്സിലാക്കിയിട്ട് അടച്ച് വെക്കലാണ്. അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞുകൊണ്ട് ഒരുപാട് ദിവസം ഇരിക്കും കേട്ടോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ. പിന്നെ അതുപോലെ കുറച്ച് നാടൻ കറിവേപ്പില കിട്ടിയിട്ടുണ്ടായിരുന്നു, അതും ഞാൻ ഇതുപോലെ ഒരു ബോക്സിൽ അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റാക്കിങ്ങാണ്ട് ഇതൊക്കെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ നോമ്പുരാവിന് ഇങ്ങനെയൊക്കെ കേട്ടോ ഇപ്പോൾ പറ്റണ പോലെ ചെയ്ത് വെക്കൽ. പിന്നെ നോമ്പ് ഇട്ടിട്ട് ഇതൊക്കെ പൊടിക്കാനും അരക്കാനും ഇതൊക്കെ ചെയ്യാൻ നിൽക്കുമ്പോൾ ഇതിന് ഒരുപാട് ടൈമാവും. പിന്നെ നമ്മൾ നിസ്കാരം കഴിഞ്ഞ് ഒന്ന് ഓതാനിരിക്കുക അതുപോലെ ഉറങ്ങുകയൊക്കെ ആണെങ്കിൽ നല്ല നേരം വെക്കുമല്ലോ. അപ്പോൾ ഇന്ന് കണ്ടില്ല
നോമ്പ് രാവായിട്ട് ഞാൻ 2 വെള്ളമൊക്കെ എടുത്ത് ബക്കറ്റിൽ വെള്ളം എടുത്തുകൊണ്ട് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ അതാ നമ്മൾ രാത്രി ഫുഡ് ഉച്ചക്കത്തെ ബാക്കി ഉണ്ടായിരുന്നു, അതൊക്കെ കേട്ടോ എല്ലാവരും കുറേശ്ശെ കഴിച്ചത്. പിന്നെ രാത്രി ഇന്ന് എല്ലാവരും കിടക്കുമ്പോൾ പറഞ്ഞിരുന്നു, മക്കൾ പറഞ്ഞിരുന്നു രാത്രി ചോറൊന്നും വേണ്ട, ഓട്സ് മതി തന്നെ. അപ്പോൾ ഇതാ അത്തായാണ് കേട്ടോ. അപ്പോൾ അപ്പോൾ അത്തായത്തിന് ഞാൻ നീച്ചിട്ട് നേരെ അടുക്കളയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതൊക്കെ റെഡിയായി ചൂടാറിയതിൻ്റെ ശേഷം ഞാൻ അവരൊക്കെ വിളിച്ചത്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഓട്സാണ്, രായി ഇട്ടുകൊണ്ടുള്ള ഓട്സാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി ഒരു പാക്കറ്റ് പാല് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് പാലിന് കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്തുകൊണ്ട് അത് കുറച്ച് വെള്ളം കൂടി, കുറച്ച് പാലും മതിക്കാം, പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിങ്ങാണ്ട് തേങ്ങാപ്പാലാണെങ്കിൽ അത്ര രസമാണ്. അപ്പോൾ തേങ്ങാപ്പാലൊന്നും കൊടുക്കാൻ നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതൊരു ഗ്ലാസ് കുടിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ അത്തായല്ലേ, അപ്പോൾ ആദ്യത്തെ അത്തായാകുമ്പോൾ നമുക്ക് ഒന്നും തൊള്ളക്കൊരു രസം ഉണ്ടാവില്ല കഴിക്കാനൊന്നും. പ്രത്യേകിച്ച് എൻ്റെ വായിലൊക്കെ വായ്പുണ്ടായിട്ടൊന്നും കഴിക്കാൻ ചെയ്യട്ടെ, എരിവും വെളികളൊന്നും ചിലമ്പോഴൊന്നും ഉണ്ടാകാതിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മളെ മക്കളും മാപ്പിളയും ഒക്കെ ഉള്ളതല്ലേ, അപ്പോൾ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ. അപ്പോൾ ഞാനിതാ ഓട്സ് ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഒരായിട്ട് കാണും നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതിക്ക് പാകത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിക്കതാ ഒരാണ് ശർക്കര ഉണ്ടതോ, ഒന്നരാണിയോളം ശർക്കര എടുത്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. അതും കൂട്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതൊന്നും ഇങ്ങനെ ചെറുതായിട്ട് കുറുക്കിയിടുക. അപ്പോൾ ഈ റാഗിപ്പൊടി ഇടുമ്പോൾ നമ്മൾ വെള്ളത്തിനനുസരിച്ചിട്ടാണ് റാഗിപ്പൊടി ഇട്ട് കൊടുക്കേണ്ടത്. കൂടുതലുണ്ട് കട്ടിയാവരുത് കേട്ടോ പൊടി ഇട്ടിട്ട്. അപ്പോൾ അത്യാവശ്യം ലൂസാവണം. എന്നിട്ട് പിന്നെ ഇതുപോലെ ഓട്സ് ഇട്ടുകൊണ്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കിയെടുക്കുന്നുണ്ട്. പിന്നെ ഞാനിത് കഴിക്കാൻ സമയത്ത് കുറച്ച് ഇതുണ്ടായിരുന്നു കേട്ടോ, അണ്ടിപ്പരിപ്പുണ്ടല്ലോ, അത് നമ്മളിത് കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, കുട്ടികൾക്ക് കടിക്കാൻ കിട്ടുമ്പോൾ രസമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഈ സമയമൊന്നും ആരും നീച്ചിട്ടില്ല, ഞാൻ മാത്രം നേരത്തെ നീച്ചുകൊണ്ട് ഞാൻ 3:30 കൊണ്ടുവന്നപ്പോൾ പിന്നെ കിടന്നില്ല കേട്ടോ. പിന്നെ അടുക്കളയൊക്കെ ഒന്നുങ്ങാണ്ട് ഇതൊക്കെ ചെയ്ത് വെച്ചിങ്ങാണ്ട് നമ്മൾ നിസ്കാരം കാര്യമൊക്കെ കഴിഞ്ഞാണ്ട് പിന്നെ മക്കളെ വിളിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതുണ്ടാക്കിയേക്ക് കുടിക്കാൻ പറ്റില്ലല്ലോ, ചൂടാറണ്ടേ. അപ്പോൾ ചൂടാറണ്ടെന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ ഉണ്ടാക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഈ ഓട്സും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്നിട്ട് വെന്തിട്ട് സെറ്റായാൽ അപ്പോൾ ഓട്സ് റെഡി ആയിട്ടോ. പിന്നെ നമ്മൾ ആദ്യത്തെ ദിവസമായും തന്നെ ഇതൊക്കെ മതി, എല്ലാവർക്കും ഓരോ ഗ്ലാസ് കുടിച്ചാൽ ഇത് മതി എന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ഒരു പഴമൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ, അപ്പോൾ പഴം കുട്ടികളറിഞ്ഞ് വേണ്ട എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ ലാസ്റ്റ് ആ പഴം കൂടി പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, വേണ്ടവർ കഴിച്ചോട്ടെ വിചാരിച്ചിട്ട് ഒരേ ചെറിയ കഷ്ണം രണ്ടാളും ഓരോന്ന് കഴിച്ച് അങ്ങനെ ഇട്ടാൽ. അപ്പോൾ ഞങ്ങൾ ഈ ഓട്സ് ഇതും കൂടി കൊടുത്ത് പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതായത് ചൂടാറാൻ വേണ്ടി ഞാൻ ഫാനൊക്കെ ഇട്ടുകൊണ്ട് ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഇവരെല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.